ഹായ് എവ്രിവൺ, നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണത് വളരെ സിമ്പിളായി തോന്നുന്ന, പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയാണ്. ഒന്നാലോചിച്ചു നോക്കൂ, നമ്മൾ ദിവസവും ചെയ്യുന്ന ഒരു ചെറിയ കാര്യത്തിന് നമ്മുടെ ആരോഗ്യത്തെയും ബന്ധങ്ങളെയും എത്രത്തോളം സ്വാധീനിക്കാൻ പറ്റും. നിങ്ങൾ ചിലപ്പോൾ ഞെട്ടിപ്പോവും അത് കേട്ടാൽ. അതെ, നമ്മൾ സംസാരിക്കുന്നത് ഒരു സിമ്പിൾ ഹഗ്ഗിനെ പറ്റിയാണ്, ഒരു ആലിംഗനത്തിന്റെ അവിശ്വസനീയമായ ശക്തിയെപ്പറ്റി. ഈ ചോദ്യം കേൾക്കുമ്പോൾ ഒരു അതിശോക്തിയായി തോന്നുന്നുണ്ടല്ലേ? സ്ത്രീകൾക്ക് ഹെൽത്തിയായിട്ടിരിക്കാൻ ഹഗ്ഗ് വേണമെന്നോ? അതെന്താ അങ്ങനെ? പക്ഷേ നമ്മൾ പരിശോധിച്ച വിവരങ്ങൾ പറയുന്നത് ഇതൊരു വെറും വാക്കല്ല, ഇതിനു പിന്നിൽ വളരെ കൃത്യമായ ചില സയന്റിഫിക് കാരണങ്ങളുണ്ടായെന്നാണ്. അപ്പോ എന്താണ് ആ രഹസ്യം? നമുക്ക് നോക്കാം. ശരി, അപ്പൊ നമുക്ക് ഇതിന്റെ സയൻസിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്നിറങ്ങിച്ചെല്ലാം. ഒരു ഹഗ്ഗിന് പിന്നിലെ ശാസ്ത്രം, അതായത് ഇതൊരു സ്നേഹപ്രകടനം മാത്രമല്ല, അതിനപ്പുറം നമ്മുടെ ശരീരത്തിലും ബ്രെയിനിലുമൊക്കെ എന്തൊക്കെ മാറ്റങ്ങളാണിതുണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഒരാളെ കെട്ടിപ്പിടിക്കുമ്പോൾ അതൊരു ഇമോഷണൽ കാര്യം മാത്രമാണെന്ന് നമ്മൾ വിചാരിക്കുക, അല്ലേ? പക്ഷേ സത്യം അതല്ല. നമ്മുടെ ശരീരത്തിനുള്ളില് ശരിക്കും അളക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബയോളജിക്കൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതായത് ഇതൊരു ഫിസിക്കൽ എക്സ്പീരിയൻസ് കൂടിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ? നോക്കൂ, സ്ഥിരമായി നമ്മൾ ഹഗ്ഗ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്നാമതായി, ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ സഹായിക്കും. നമ്മുടെ നെർവസ് സിസ്റ്റത്തെ കാമാക്കും. ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. പിന്നെ നമ്മളെ ടെൻഷൻ അടുപ്പിക്കുന്ന സ്ട്രെസ് ഹോർമോണുകളില്ലേ, അതിന്റെ അളവ് കുറയ്ക്കും. ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്താണെന്നറിയോ? നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, അതായത് രോഗപ്രതിരോധ ശേഷി പോലും ഇത് കൂട്ടും. ശരിക്കും അമേസിംഗ് അല്ലേ? ഓക്കെ, അപ്പോൾ ശരീരത്തിൽ ഇത്രയും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ തലച്ചോറിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത്? അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഭാഗം. ശരിക്കുള്ള മാജിക് നടക്കുന്നത് അവിടെയാണ്, നമ്മുടെ ബ്രെയിനിലെ കെമിക്കൽ റിയാക്ഷൻസിലാണ്. അതിലൊന്നാണ് ഡോപ്പമിൻ. ഇതിന് നമ്മുടെ ബ്രെയിനിന്റെ ഹാപ്പിനെസ് കെമിക്കൽ എന്നൊക്കെ പറയാം. നമ്മൾ സ്നേഹിക്കുന്ന ഒരാളെ കെട്ടിപ്പിടിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഈ ഡോപ്പമിൻ റിലീസ് ചെയ്യും. അപ്പോഴാണ് നമുക്ക് ആ ഒരു സന്തോഷവും സംതൃപ്തിയുമൊക്കെ തോന്നുന്നത്. ഡോപ്പമിൻ മാത്രമല്ല, സെറോട്ടോണിൻ എന്നൊരു കെമിക്കൽ കൂടിയുണ്ട്. ഇത് നമ്മുടെ മൂഡ്, സന്തോഷം, ടെൻഷൻ ഒക്കെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഡോപ്പമിനും സെറോട്ടോണിനും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു സുരക്ഷിതത്വ ബോധവും ഒരു കണക്ഷനുമൊക്കെ ഫീൽ ചെയ്യുന്നത്. ഈ രണ്ട് കെമിക്കലുകളാണ് ഒരു സിമ്പിൾ ഹഗ്ഗിനെ ഇത്ര പവർഫുൾ ആക്കുന്നത്. അപ്പോ ഇതിന് പിന്നിലെ സയൻസ് നമുക്കിപ്പോൾ മനസ്സിലായി. ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോവാം. അതായത് ഒരു റിലേഷൻഷിപ്പില്, ഒരു സ്നേഹബന്ധത്തില് ഇതിനെന്ത് പ്രാധാന്യമാണുള്ളതെന്ന് നോക്കാം. ഈ ഫിസിക്കൽ ബെനിഫിറ്റ്സിനും അപ്പുറം ഇതെങ്ങനെയാണ് ഒരു ഇമോഷണൽ സെക്യൂരിറ്റി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ ഫ്രണ്ട്സിനെ ഹഗ് ചെയ്യാറുണ്ട്, വീട്ടുകാരെ ഹഗ് ചെയ്യാറുണ്ട്, അല്ലേ? പക്ഷെ നമ്മുടെ പാർട്ട്ണർ കെട്ടിപ്പിടിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഫീലല്ലേ? എന്തുകൊണ്ടാണത് അത്ര സ്പെഷ്യലായിട്ട് നമുക്ക് തോന്നുന്നത്? എന്തുകൊണ്ടാണത് നമ്മുടെ ഉള്ളിൽ അത്ര ആഴത്തിൽ തട്ടുന്നത്? അതിന്റെ കാരണം ഇതാണ്. മറ്റേതൊരു സ്പർശനവും ഒരുപക്ഷെ ഒരു സാധാരണ സോഷ്യൽ ജെസ്റ്റർ മാത്രമായിരിക്കാം, ഒരു ഹായ് പറയുന്നത് പോലെയോ ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നത് പോലെയോ. പക്ഷെ ഒരു പാർട്ട്ണറുടെ ഹഗ് അങ്ങനെയല്ല. അത് ഒരുപാട് ആഴത്തിലുള്ളൊരു മെസ്സേജാണ്. വാക്കുകളില്ലാതെ പറയുന്ന ഒരു സന്ദേശം. നീ എനിക്ക് വേണ്ടപ്പെട്ടവളാണ്, നീ എന്റെ കൂടെ സേഫാണ് എന്നൊക്കെ പറയുന്ന ഒരു ഡയറക്റ്റ് മെസ്സേജ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുപോലുള്ള ചെറിയ ചെറിയ ഹഗ്ഗുകളാണ് ഒരു ബന്ധത്തിൽ ഇമോഷണൽ സെക്യൂരിറ്റി ഉണ്ടാക്കുന്നത്. ആ വൈകാരിക സുരക്ഷിതത്വം ഉണ്ടെങ്കിലേ ആഴത്തിലുള്ള നിലനിൽക്കുന്ന സ്നേഹമുണ്ടാകൂ. അതാണ് ഒരു റിലേഷൻഷിപ്പിന്റെ ഫൗണ്ടേഷൻ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തില് മോശം ദിവസങ്ങളുണ്ടാവും, അല്ലേ? ഒരുപാട് സ്ട്രെസ്സും ടെൻഷനുമുള്ള ദിവസങ്ങൾ. അങ്ങനെയുള്ള സമയങ്ങളിലാണ് ഒരു ഹഗ്ഗിന്റെ പവർ നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത്. ബന്ധങ്ങളെ തകർന്നു പോകാതെ പിടിച്ചു നിർത്താൻ അതിനെങ്ങനെയാണ് കഴിയുന്നതെന്ന് നോക്കാം. ഒന്നാമതായി, മനസ്സിൽ ചെറിയ ദേഷ്യമോ നീരസമോ ഒക്കെ തോന്നിത്തുടങ്ങുമ്പോൾ അത് വളർന്ന് വലുതാകുന്നതിനു മുൻപ് തന്നെ ഒരു ഹഗ്ഗിന് അതിനെ സോഫ്റ്റാക്കാൻ പറ്റും. അതുപോലെ ചിലപ്പോ വഴക്കുകളുണ്ടായി അതൊരു വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകുന്നതിനു മുൻപ് ഒരു ഹഗ്ഗിന് ആ സിറ്റുവേഷനെ മൊത്തത്തിൽ കാം ഡൗൺ ചെയ്യാൻ സാധിക്കും. പിന്നെ എത്ര മോശം സാഹചര്യമാണെങ്കിലും ഒരു ഹഗ്ഗ് നമ്മളെ ഓർമ്മിപ്പിക്കും, ഞാൻ നിന്നെയാണ് തിരഞ്ഞെടുത്തത്, ഞാൻ നിന്റെ കൂടെ തന്നെയുണ്ടെന്ന്. അതൊരു വലിയ ഉറപ്പാണ്, അല്ലേ? ചില സമയങ്ങളിൽ വാക്കുകൾ കൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ പോലും ഒരു ഹഗ്ഗിലൂടെ നമുക്ക് ആഴത്തിലുള്ള സ്നേഹവും അടുപ്പവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, വാക്കുകളില്ലാതെ തന്നെ. ഒരുപക്ഷേ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഒരു ബന്ധത്തിൽ നമ്മൾ വെറുതെ സഹിച്ചു ജീവിക്കുകയല്ല, മറിച്ച് നമ്മളെ ഒരാൾ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട്,
കെയർ ചെയ്യുന്നുണ്ട് എന്ന തോന്നലുണ്ടാക്കാൻ ഓരോ ഹഗ്ഗിനും കഴിയും. ആ ഒരു ഫീൽ ഭയങ്കര വലുതാണ്. ശരി, അപ്പോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി ഇത് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം? നമുക്ക് അവസാന ഭാഗത്തേക്ക് കടക്കാം. ഈ ചെറിയ ആലിംഗനങ്ങൾ എങ്ങനെയാണ് നിലനിൽക്കുന്ന സ്നേഹമായി മാറുന്നത്? ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് വലിയ ഗിഫ്റ്റുകളെക്കുറിച്ചോ വലിയ ആഘോഷങ്ങളെക്കുറിച്ചോ അല്ല, മറിച്ച് സ്ഥിരമായി കൺസിസ്റ്റന്റായി നമ്മൾ കാണിക്കുന്ന ചെറിയ ചെറിയ സ്നേഹപ്രകടനങ്ങളെക്കുറിച്ചാണ്. ആ ഒരു തുടർച്ചയാണ് ഇതിന്റെ ഏറ്റവും വലിയ ശക്തി. അപ്പോ ഇതെങ്ങനെ ചെയ്യാം? വളരെ സിമ്പിളാണ്. അവൾ അടുത്ത് കൂടി നടന്നു പോകുമ്പോൾ വെറുതെ ഒന്ന് ചേർത്ത് പിടിക്കുക. അല്ലെങ്കിൽ ഒരുപാട് ക്ഷീണിച്ചിരിക്കുമ്പോൾ ഒന്നും മിണ്ടാളെ ഒന്നടുത്തേക്ക് ചേർക്കുക. ചിലപ്പോൾ ഒരു കാരണവും വേണ്ട, ജസ്റ്റ് ഒന്ന് കെട്ടിപ്പിടിക്കുക. ഇതൊക്കെ ശീലമാക്കാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങളല്ലേ ഉള്ളൂ. അപ്പോ നമ്മളിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ ചെറിയ ചെറിയ ഹഗ്ഗുകളാണ് നിലനിൽക്കുന്ന ഒരു സ്നേഹബന്ധത്തിന്റെ ഓരോ ഇഷ്ടികങ്ങളെങ്കിൽ നിങ്ങളിന്ന് എന്താണ് കെട്ടിപ്പടുക്കുന്നത്? ഈ ഒരു ചോദ്യത്തോടെ നമുക്ക് ഇന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കാം. ഒന്നാലോചിച്ചു നോക്കൂ.